നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ്. ആത്മാർത്ഥ സേവനത്തിന്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു, അലക്സ്, പാലുണ്ണി, അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. എവിടെ? എല്ലാവരും ആഞ്ഞ് പണിതുകൊണ്ടിരിക്കുക. ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല. മുതലാളി, എന്താടാ മുതലാളി? കോളേജ് പിള്ളേര് വഴിവെട്ടിന് ഇറങ്ങിയിരിക്കുക. നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായി ഉദ്ഘാടനം ചെയ്തേ. ഇവനെന്താ വട്ടാണോ? മറ്റു വേറെ ഒരു പണിയില്ലാത്തതുപോലെ വഴിവെട്ട്. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടു. നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചു. ശരി. തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ചുകൂടെ നോക്കി കണ്ടൊക്കെ വേണ്ടിയിരുന്നു. കണ്ടോ അപ്പം മോന് കൊണോദ്യാരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പോക്കിരിത്തരം കാണിച്ചു വന്നിട്ട്. അച്ചാമ്മ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. വാരവാ വിറ്റാണെന്ന് ഞാൻ നോക്കത്തില്ല. മേടിക്കാനേ കൊറേ ദണ്ണുണ്ട്. അമ്മച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? നീ പോടത്താൻ തോന്നിച്ചേക്ക. അത് പിന്നെ വിവരക്കേട് കാണിക്കുന്നതിന് അതിലൊക്കെ ഇല്ലേ? ഇനിയിപ്പോ എന്താ ഉണ്ടാവാന്ന് ആർക്കറിയാം? കുട്ടപ്പായിച്ചാൻ ശ്രമദാനം നടത്തണമെന്ന് പറഞ്ഞപ്പോ അന്യയുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറി മരം മുറിക്കുക, എന്നിട്ട് അതിനെ ശ്രമദാനം എന്ന് പറയുക, അതും ഒരു നാട്ടുമാരുടെ എസ്റ്റേറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാൻ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും. അടിവെല്ലാം കിട്ടും. ഇത് വലിയ പ്രശ്നമാവൂലേ? അടിയെങ്കി അടി, കുത്തെങ്കി കുത്ത്. സമാധാനമായിട്ട് പോകുന്നതാണ് നല്ലത്. ഏയ്, പണിക്കരല്ലേടാ തന്ത വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. പണിക്കരുടെ വണ്ടിയല്ലേ? പിടിച്ചിറക്കെ എല്ലാത്തിന്റെ മുട്ട് തല്ലി ഓടിക്കാൻ. എന്തായത്? ഞാൻ അരമേല് വിളിച്ചു. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടോട് കളിക്കാൻ പണിക്കർ വളർന്നിട്ടില്ല.
വിടാകത്ത്. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട. എന്താണോ പണിക്കരെ രാത്രി ആളും മടിയും പാളും ഒക്കെ ആയിട്ട്? എവിടെയാവന്മാര്? യവന്മാര് എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടും പുറത്തോ പത്തായപ്പുറയിലോ കാണും. എനിക്കറിയാം. എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കത് ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. കുട്ടപ്പായി, ഈ തറവാടിന്റെ കുളവിന് ഞാൻ തോന്നും. ആഹാ, അപ്പൊ അത് കാണണമല്ലോ. ഇടാ അനിലേ, രാജു, അലക്സേ, പാലുണ്ണി, ഇനി വാ. താണ്ടെ കുളം തോണ്ടാൻ വന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ. താണ്ട നിൽക്കുന്നത് എന്റെ റബ്ബർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. എടോ പണിക്കരെ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരവൻ തൊട്ടു നോക്കും. അപ്പ അറിയാ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണ്. അടിച്ച് നിർത്തടായി ഒട്ടുപോയ ചുട്ടുകളെയും പട്ടി കഴിവുള്ളവന്മാരെ. കുട്ടപ്പായി, അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശുപണിക്കയുടെ കുണം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. അങ്ങോട്ട് തോണ്ട്. എന്നാടാ പണിക്കണ ചമ്മുന്നേ? കൂലിത്തല്ലുകാരെ കയറ്റി വിടറാ. നീ പുറകിൽ നിന്നാ മതി. അപ്പനപ്പന്മാർ തുടങ്ങി അതാണല്ലോ ശീലം. പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെ വിളിച്ചോണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിച്ചാടാ കാളിയാവുകയാണ് ചുണ്ടൻ വെള്ളം. പായി, ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വള്ളം ഇറക്കുന്നതൊന്ന് കണ്ടാ മതിയായിരുന്നു. ആരാ എന്നാടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കണ ഞാൻ. ഒരു ചുണ്ടൻ വെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജൽ ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ച പുല്ലടാ ചുണ്ടൻ വെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ടുവന്ന് നല്ല പുത്തൻ ചുണ്ടൻ വെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്നെ ജാതിയിൽ നിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു അറിയിക്കും. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹ എഞ്ചിൻ. ഈറ്റിത്തടിയിൽ വെള്ളം ഉണ്ടായിക്കോട്ടെന്ന് വാ, കാണാം. ആ കാണാടോ. എടാ പിള്ളേരെ, ഇന്ന് നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. എടാ കുട്ടപ്പായി, നിന്റെ ബാറ്റിൽ നിന്ന് ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ? എന്തോടാ? ടോയ് പിസ്റ്റൾ. വായി കിടക്കണ നാക്കു കുരുത്തോളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ? അവന്മാര് പോയത് കണ്ടോ? എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാ, ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെ അപ്പച്ച? അവൾ എന്റെ മോളല്ലേ? മോള് പോയി കിടന്നു. സംഘർഷമുണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് വെക്കാൻ കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ? നാട്ടുകാരെ മുമ്പിൽ വെച്ച് വള്ളം കളിക്കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി നിലവിലില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല.